ചരിത്ര നിമിഷത്തിലേക്ക് വാതിൽ തുറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികർ ഉൾപ്പെട്ട ഡ്രാഗൺ പേടകം വൈകിട്ട് 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ബന്ധിക്കും. നിലയത്തിലെത്താൻ കാത്തിരിക്കുന്നുവെന്ന് ശുഭാംശു ശുക്ലയുടെ സന്ദേശം. Hello everyone, Namaskar from space. I'm thrilled to be here with my fellow astronauts, as Peggy said, 1 veteran and 3 rookies, and wow, what a ride it was. നമസ്കാരം എന്ന് പറഞ്ഞായിരുന്നു 4 യാത്രികർക്കൊപ്പം ശുഭാംശുവിന്റെ വാക്കുകൾ തുടങ്ങിയത്. യാത്രയ്ക്കായി അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും അഭിമാന മുഹൂർത്തമെന്നും ശുഭാംശു. It was a feeling that I just wanted to go, the excitement and all was, probably far away. It was just the feeling that let's just leave here. ഭാരമില്ലായ്മ അനുഭവിക്കുന്നത് അതിമനോഹരമാണ്. കൊച്ചുകുട്ടികളെ പോലെ താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശുഭാംശു. It was an amazing ride. And then suddenly, nothing. Everything silenced and you were just floating. You unbuckle and you were just floating in the silence of vacuum. It was an amazing feeling. ഒപ്പം കൂട്ടിയ ജോയ് എന്ന കളിപ്പാട്ടവും ശുഭാംശു ഉയർത്തി കാണിച്ചു. We showed you joy and grace. This is swan, a great symbol. It looks really cute, but we have a very important swan in our Indian culture. യാത്രയിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമെന്നും ശുഭാംശു പറഞ്ഞു. ഇന്നലെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഫാൽക്കൺ 9ന്റെ വിക്ഷേപണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സംഘം 14 ദിവസം തുടരും. 60 പരീക്ഷണങ്ങളാകും സംഘം നടത്തുക. അമേരിക്ക, പോളണ്ട്, ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രികർക്കൊപ്പമാണ് ശുഭാംശു ശുക്ലയുടെ യാത്ര. ഇന്റർനാഷണൽ ഡെസ്ക് 24.